ഒരു റിസപ്ഷന് പോകാനുള്ള ഗെറ്റ് റെഡി ചെയ്താലോ? ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അതിലേറ്റവും ഇഷ്ടമായത് എനിക്ക് ഈ ബ്ലൗസാണ് കേട്ടോ. എൻ്റെ കസിൻ ബ്രോൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് പോകാൻ റെഡിയാവാണ്. മൂത്ത ആൾ ഇതേ ചെറിയ ആൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അടിയൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ മൂത്ത ആൾക്ക് കുറച്ച് ക്ഷമ ഉള്ളതുകൊണ്ട് അവളെ നന്നായി റെഡിയാക്കി. ഇവൾ ഈ തലകുത്തി നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നെയിലിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ അത് ഇടാൻ അറിയില്ലായിരുന്നു. അവൾ നന്നായിട്ട് ചെയ്തു. പിന്നെ അവളെ നെയിലിട്ടത് കാണിച്ചു തരാണ്. വലിയ ആൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നെയിൽ. അങ്ങനെ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാരീൻ്റെ കളർ കോമ്പിനേഷനും അതിൻ്റെ മിറർ വർക്കും ബ്ലൗസും പാഞ്ചാലി വസ്ത്ര എന്നുള്ള ഓൺലൈൻ ബുട്ടിക്കിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. കയറി ചെന്നപാടെ അവിടെ ഒരു മേക്ക് എ വിഷ് ഫോർ എന്നുള്ളൊരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പു എന്നാണ് അവനെ വിളിക്കുക. അപ്പു ചേട്ടൻ ഞങ്ങളൊരു വിഷ് എഴുതട്ടെ എന്ന് പറഞ്ഞത് ഈ 2 പേര് അവിടെ കുത്തിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രൂമും ബ്രൈഡും എത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളും. ബാക്കി എല്ലാ സെറ്റപ്പും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ചെന്നത് എനിക്ക് ചെറിയ പണി കിട്ടി. സോൾ ഫാമിലി ഓഫ് ഗ്രൂംസ് ശിവാനിന്റെ വീട്ടുകാരും കൂടെ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ചെറിയൊരു ആങ്കറിങ് ചെയ്യാനാന്നും പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ച് കയറ്റിയതാണ്. അങ്ങനെ ചെറിയൊരു കേക്ക് മുറിങ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ മെല്ലെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഫോട്ടോ എടുക്കാൻ കയറി. ഫോട്ടോ എടുത്ത് അടിപൊളി ഫുഡും കഴിച്ച് അത് ഭംഗിയായി.